എന്താ കുത്തു വെച്ചിരുന്നു കേട്ടോ. അതെന്തോന്ന്? അമ്മൂമ്മ സംസാരിച്ചപ്പോ അമ്മൂമ്മ ഇഷ്ടപ്പെട്ടില്ല. ആ കൊച്ചിന് കാര്യം മനസ്സിലായി. ആണോ? ആ നിനക്കേ ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. അല്ലെങ്കിലും പ്രായമുള്ളവരെന്തെങ്കിലും പറഞ്ഞാലേ ചെറുപ്പക്കാർക്ക് അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ വന്ന് കയറണ എന്നോട് ഉടക്കി നിൽക്കുകയാണോ? അമ്മ ഈ ഉടക്കുണ്ടാക്കണം കണ്ടോണ്ട് ഞാൻ സന്തോഷിച്ച് നിൽക്കണോ? ഞാൻ അതിന് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? വിഷ്ണുവിൻ്റെ കല്യാണക്കാരുവേ നിങ്ങൾ കൂടെ എടുത്തു പൊക്കും, പിന്നെ അതങ്ങെടുത്ത് വെക്കും. അവിടെ പാഴൂരേ എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ചോദിക്കുന്നു കൊച്ചുമോൻ്റെ കല്യാണക്കാരും എന്തായി. ഞാൻ അവരോട് എന്തുവാ പറയേണ്ടത്? കല്യാണക്കാരൊന്നും ആയില്ല എന്ന് പറയണം കേട്ടെ. എനിക്ക് എൻ്റെ ദേഷ്യം വരുന്നുണ്ട് നീലു കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എന്തോന്ന് ചോദിച്ചു തുടങ്ങി? ഈ വർഷത്തെ ഏറ്റവും വലിയ തള്ളു അവളുടെ കൂട്ടുകാർ തന്നെ തത്തയ്ക്കാന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അവരാണോ ചേട്ടൻ കല്യാണം ആയില്ലേന്ന് ചോദിച്ചത്? എല്ലാവരും ഇടയ്ക്ക് വന്നിരിക്കും, എന്നിട്ട് ആരെങ്കിലും വായിന്ന് എന്തെങ്കിലും വീണ അതിനൊക്കെ എന്തൊക്കെ മറുപടി പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അല്ലേ? കൊച്ചുവായി വലിയ വർത്താനം. അത് തന്നെ. എവളെ ഞാൻ കുറച്ച് ദിവസം പടവലത്ത് കൊണ്ട് നിർത്തും, അതോടെ എവള് മര്യാദ പഠിക്കും. ആര് മര്യാദ പഠിക്കുന്നു? ചിലപ്പോൾ അമ്മ മര്യാദ പഠിക്കും. ആ ഇതാണ് കുഴപ്പം. എന്തൊരു ചിരി! അവൾ ആളെ മയക്കാനേ മിടുക്കിയ. മക്കളെ കുഴിപ്പള്ളത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങനെ ഉണ്ടോ മക്കളെ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പൊ പോയിട്ട് കുറച്ചായോ? ഞാൻ ഒരാഴ്ച മുന്നേ പോയിട്ട് വന്നു. എവിടുന്ന്? 2 ആഴ്ചയായില്ലേ പോയിട്ട്? 2 ആഴ്ച അത് തീർത്തൊന്നും പറയാൻ പറ്റൂല, പക്ഷെ ഏകദേശം 2 ആഴ്ചയായി. അതെന്താ കുഞ്ഞെ നിനക്ക് അവിടുത്തെ കാര്യം പറയുമ്പോ ഒരു അഴകുഴമ്പം മട്ട്? അത് അമ്മ പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. മുമ്പൊക്കെ അവിടുത്തെ കാര്യം പറയുമ്പോൾ ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. അമ്മ പറഞ്ഞ പോലെ പുത്തനച്ചി പെരപ്പുറം തൂക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെ. ലച്ചു, അവിടെ ഉള്ളവർ 2 പ്രായമുള്ളവരാണേ, അവരുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണേ. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ ഭയങ്കര ഫോർവേഡാണ് ആ വീട്ടുകാരെ. എവിടെയെങ്കിലും ഇവള് പോണതിനൊന്നും വിലക്കാറൊന്നുമില്ല. ഇവളുടെ ഇഷ്ടത്തിന് എന്തുണ്ടെങ്കിലും ചെയ്യാം, ഒരു പരാതിയില്ല. എന്ന് വെച്ച് ഇവൾ അവരുടെ കാര്യം ശ്രദ്ധിക്കാണ്ടിരിക്കുന്നത് അവരുടെ കാര്യം ശ്രദ്ധിക്കാതിരുന്നേ? അല്ല, ശ്രദ്ധിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല എന്നാ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രദ്ധിക്കാതിരിക്കുന്നത് ശരിയല്ലെന്നല്ല, ശ്രദ്ധിച്ചേ പറ്റൂ. ആണോടി? പാറുപ്പ മേടിക്കും. ഞാൻ എന്ന് പറഞ്ഞാലും അടിക്കാൻ വരും. ഇത് ലച്ചുവിന് എപ്പോഴും ഉള്ളതാണ് കേട്ടാ. ഓരോ കാലം കൊണ്ടുള്ളതാ ഈ സ്വഭാവം. ലച്ചു കുറച്ച് വഷളായി പോയി. കുറച്ചല്ല അധികം. അമ്മ അവളുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയാമേ. അയ്യോ ഞാനൊന്നിനും ഇല്ലേ. അതെന്താ നിനക്ക് പറഞ്ഞാല്? നിനക്കെന്താ അവളെ പേടിയാന്നോ? ലച്ചു ചേച്ചി അമ്മൂമ്മ എടുത്ത് കൊണ്ട് നിർത്തിയാൽ ലച്ചു ചേച്ചി ശരിയാവും. ലച്ചു ചേച്ചി ശരിയാവുന്ന? അതിന് ലച്ചു ചേച്ചിക്ക് എന്താ കുഴപ്പം? 2 ആഴ്ച നിന്നെ എന്തായാലും പടവലത്ത് കൊണ്ട് നിർത്താൻ തീരുമാനിച്ചിരിക്കുക. അതമ്മ ഞാൻ സിദ്ധുനെ വിളിച്ച് പറയാം. നല്ല കാര്യമാണത്. അമ്മയും വേണമെങ്കിൽ ഇവളുടെ ഒപ്പം ഒരു ദിവസം അങ്ങോട്ട് പോകും കുഴിപ്പള്ളത്തേക്ക്. 2 ദിവസം ഞാനും പോയി നിൽക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ലച്ചു നീ വാ. അമ്മൂമ്മ അമ്മയുടെ നേർക്ക് തിരിഞ്ഞപ്പോ നൈസായിട്ട് റൂട്ട് മാറ്റി എന്റെ നേർക്ക് തിരിച്ചു വിട്ടല്ലേ? അയ്യോ വിളിക്കാം, ഞാൻ പോയി തരാം. മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഞാനും വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും മൊബൈലിലാണോ? അങ്ങനെയല്ല, പക്ഷെ നോക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും നോക്കാം അമ്മൂമ്മ? അങ്ങനെ എപ്പോഴും നോക്കാറൊന്നുമില്ല. ഞാൻ പിന്നെ 24 മണിക്കൂർ അടുക്കളയിൽ തന്നെയാണല്ലോ, പിന്നെ എവിടെ ഫോൺ നോക്കാൻ സമയം? അടുക്കളയിൽ കിടന്ന മുമ്പേ രാവിലെ നോക്കും. അത് സിദ്ധുവിന്റെ കോളോ മെസ്സേജോ വല്ലതും വന്നോന്ന് അറിയാൻ വേണ്ടി നോക്കണത് അപ്പൂമ്മ. പിന്നെ കാപ്പൂടെ കുറച്ചു നേരം നോക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും അടുക്കളയിൽ തന്നെയാണല്ലോ. പിന്നെ ഉണ്ടിട്ട് വന്നിട്ട് കിടന്നോണ്ട് നോക്കും. അത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫോൺ നോക്കണതാ. വൈകുന്നേരം വരെ നോക്കും. എന്ത് നോക്കണാനാണ് ഈ പറയണത്? ലച്ചു ചേച്ചി മൊബൈൽ നോക്കുന്ന കാര്യം. അത് പിന്നെ കിടക്കുന്നുണ്ടോ വരെ നോക്കൂ, രാത്രി 12 മണി വരെ. ഈ കറക്റ്റ് സമയമാകുമ്പോ ഇത് എവിടെ നിന്ന് വരുന്നു? അല്ല, അത് ഫില്ല് ചെയ്യണമല്ലോ. അല്ല, അപ്പൊ ഒരു ദിവസം എല്ലാം കൂടെ എത്ര മണിക്കൂർ ഈ മൊബൈലിനകത്ത് നോക്കിക്കൊണ്ടിരിക്കും? എത്ര മണിക്കൂർ നോക്കൂല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. അമ്മ മനഃപൂർവ്വം അമ്മൂമ്മനെ കൊണ്ട് എനിക്ക് വഴക്ക് മേടിച്ചു തരാൻ നോക്കുവാണല്ലേ? സോറി നിർത്തി. പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തി അങ്ങ് പറഞ്ഞാ മതിയല്ലോ. എന്തിനാ എന്റെ ലച്ചു വഴക്കുണ്ടാക്കല്ലേ? വഴക്കുണ്ടാക്കല്ലേന്നോ? ലച്ചു ചേച്ചി വഴക്കുണ്ടാക്കിയ പിന്നെ നിർത്തൂല. ലച്ചുവേ എന്തോന്നാടി ഇത്? അമ്മൂമ്മ ഇവള് വെറുതെ ഓരോന്നൊക്കെ പറയുന്നത്. അമ്മൂമ്മ എണീച്ച് പോയേ. ഞാൻ എഴുന്നേറ്റ് പോകാനോ? ദേഷ്യം വന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല കേട്ടോ, ഞാൻ പോണ്. അയ്യോ പോണ പോക്കണ്ടാ. ലച്ചേ എന്താ അമ്മൂമ്മ? ഞാൻ നിന്നോട് സംസാരിക്കാൻ അവിടെ വന്നിരുന്നേ, അപ്പൊ നീ എഴുന്നേറ്റ് പോവാന്നോ?
ഇവിടെ വന്നിരുന്നേ, ഇവിടെ വന്നിരിക്കേ. ഓ ഇതൊക്കെ എന്തമ്മ ഇതിനെ അല്ല ആ ഒന്നും പറയണില്ല. ഞാൻ നിന്നെ വഴക്ക് പറയാനൊന്നും അല്ല ഇവിടെ വന്നിരുന്നേ. എന്നിട്ടും ഈ ദേഷ്യം. പാറു മിണ്ടായിരുന്നേ. അമ്മൂമ്മ പറയുന്നല്ലേ. പാറു മിണ്ടായിരിക്കാൻ എന്നോട് പറഞ്ഞേ. മോള് കുഴിപ്പുളത്ത് പോകണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, ഇവിടെ അമ്മയെ സഹായിക്കണം. പിന്നെ 24 മണിക്കൂർ ഈ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുത്. പറഞ്ഞ കേട്ടാ? അമ്മൂമ്മയ്ക്ക് ഇതൊക്കെ പറയാമല്ലോ. അമ്മ പറയുന്നോണ്ട് കുഴപ്പമില്ല. ഇല്ലേ ഒന്നുമില്ല. ഇല്ലെങ്കിൽ തേടുന്നു അച്ഛനോട് അടിക്കാൻ ചെല്ലും അമ്മൂമ്മ. അച്ഛനെ വരെ അടിക്കാൻ ചെല്ലുമെന്നോ? അത് ദേഷ്യം വരുമ്പം തമാശക്ക്. ദേഷ്യം വരുമ്പോ തമാശക്കോ? അമ്മ ലച്ചുവിന്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിചിത്രം അല്ലേ? അമ്മേ ഞാൻ ക്ഷമയുടെ നല്ലിപ്പലി ചവിട്ട് നിൽക്കണ്ട, ചുമ്മാ കളിക്കരുത് കേട്ടോ. നീ എന്താ കൈ തൊട്ടി സംസാരിക്കുന്നോ? അച്ഛന്റെ മുമ്പിൽ കഴിച്ചുകൊണ്ടല്ലോ. എന്റെ അമ്മൂമ്മ ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. ഇത് എവിടുന്ന് പഠിച്ച ശീലങ്ങളാടി ഇതൊക്കെ? എന്റെ അമ്മൂമ്മ ഈ കാര്യത്തിൽ ഇവിടെ ആരും മോശമൊന്നുമല്ല. ദേഷ്യം വന്നതിന് എല്ലാതെ കൺട്രോൾ പോവാറുണ്ട്. ഈ പറയുന്ന അമ്മയ്ക്ക് ദേഷ്യം വന്നതിന് അമ്മ അച്ഛൻ എന്തൊക്കെ പറയുമെന്ന് അറിയോ, എന്തൊക്കെ ചെയ്യുമെന്ന് അറിയോ? ആണോടി? ഇനിയിപ്പോ എന്തൊക്കെ പറയാം ലച്ചുവിന്. അമ്മ എന്തോ ഈ അമ്മയാണ് ഇപ്പൊ എല്ലാം തുടങ്ങി വെച്ചത്. അമ്മ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവള് കുഴിപ്പുള്ളത്ത് പോയി അവരൊന്നും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ വെറുതെ പറയണമ്മ. അതെനിക്ക് തോന്നി. ലച്ചു എന്നാലും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നീലു നീ ബാ. അടുക്കളയിൽ പണിയാണ്.